ലൈഫിലുണ്ടല്ലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്ത് അവന് ഹാത്തിമിനേക്കാളും വലിയ ധാരാളിയാണ്, അല്ലെങ്കിൽ നീ ആര് ഹാത്തിമിനേക്കാളും വലിയ ധാരാളിയാ. പിന്നെ ഇതേ ഹാത്തിം തായിനെ പറ്റിയിട്ടുള്ള റെഫറൻസ് നമ്മൾ പല സ്ഥലത്തും കേട്ടതായിട്ട് എനിക്ക് അറിവുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പണ്ട് കാലത്ത് ചിത്രീകരിച്ചിരുന്ന കുറേ സീരിയലുകളുണ്ട്, അലിഫ് ലൈല, അങ്ങനെ കുറേ. എനിക്ക് അതിനെ പറ്റിയിട്ട് കുറേ അറിവില്ല, പക്ഷെ അതിലൊക്കെ ഹാത്തിം എന്ന് പറയുന്ന ഒരു റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊക്കെ വിചാരിക്കും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരാളുണ്ടോ, ഇത് പറയുന്നത് ശരിക്കും ഒരു ട്രൂ സ്റ്റോറി ആണോ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രൂ സ്റ്റോറി ആണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ധാരാളിയായ ഹാത്തിം തായി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ, അയാളുടെ വീട്ടിലാണ്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പോലെ ഇല്ല, ഇതിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് വീട് നിന്നിരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ കാണുന്നില്ലേ, ഒരു റൂം പോലെ ഉണ്ട് ഇവിടെ. അപ്പം പണ്ടത്തെ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റെമനൻസ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇതുണ്ടല്ലോ, ഇതൊരു വലിയ നല്ലൊരു ഏരിയയിൽ ഉണ്ടോക്കെ വീട്, പൊട്ടിപ്പൊളിഞ്ഞിനെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി, ഇതൊരു എനിക്ക് തോന്നുന്നു കിച്ചൺ ആയിരിക്കും. അപ്പോൾ ആ സാക്ഷാൽ ധാരാളിയായ ഹാത്തിം തായി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നത് സൗദി അറേബ്യയിലെ ഹൈൽ പ്രൊവിൻസിലാണ്.